ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതിനോട് കൂടെ തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ അല്ലെങ്കിലും സേഫാണ്. പിന്നെ എന്താ ഞാൻ ഒരുപാട് നാളെ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ട്രേഞ്ചേഴ്സ് മീറ്റപ്പാണ്. അതിനോട് തന്നെ ഒരു ഇഫ്താർ പാർട്ടി, സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ഒരു ഇഫ്താർ പാർട്ടിയും കൂടി ആട്ടോ. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കുറച്ച് ഫ്രണ്ട്സുകൾ, അതായത് അല്ലെങ്കിലുള്ള കുറച്ച് ഫ്രണ്ട്സുകളുമായിട്ടുള്ള ഒരു മീറ്റപ്പ്. അത് എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. കുറേ നേരം സ്പെൻഡ് ആക്കാൻ പറ്റിയവരുടെ കൂടെ കുറേ ഫ്രണ്ട്സുകളൊക്കെ, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഒരു ഇൻസ്റ്റാ പേജ് വഴി കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഒരുപാട് മീറ്റപ്പ് ഇവർ നടത്തുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആ ഒരു ഇൻസ്റ്റാ ത്രൂ ആണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയത് കേട്ടോ. അപ്പോഴത് ഏതാ ഇൻസ്റ്റാ പേജ് എന്ന് ഞാൻ വീഡിയോസിൽ പറയാം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് കൂടി കേട്ടോ. അപ്പോൾ ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ എന്നാ വീഡിയോസ് കണ്ടാലോ. അങ്ങനെ ഇതാ ഇഫ്താർ പാർട്ടിക്കുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്നാക്സ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയൊരു സംഭവമാണ് മോമോ. അപ്പോൾ അതന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ. അപ്പോഴിതാ ഞങ്ങൾ പോവുകയാണ്. ഒരു 5:30 ആയപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വേറെ ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവളെയും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് ആളെത്തിയിട്ടുണ്ട്. ആൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയർഡായിട്ട് വരികയാണ്. എന്നാലും വേണ്ടിയില്ല, ഇങ്ങനൊരു മീറ്റപ്പിന് നമ്മൾ പോകണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അവൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവളും എന്താ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇത് അൽദാഹിർ പാർക്കാണ് കേട്ടോ. ഞങ്ങൾ കുറേ ഒരു 4-5 പ്രാവശ്യം ഈ പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. മക്കാമെന്ന് ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ഉണ്ട് ഇങ്ങോട്ട്. എന്നാലും വേണ്ടിയില്ല, എന്താണ് ഭയങ്കര കാമൻ ക്വയറ്റ്, ഭയങ്കര രസമാണ് ഈ ഒരു പാർക്കിലേക്ക് വന്നാൽ. ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. അങ്ങനെ ഞാനും എത്തിയപ്പോൾ ഇവിടെ എന്താ കുറച്ച് ഫ്രണ്ട്സുകൾ എല്ലാ പരിപാടിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് ഫ്രണ്ട്സുകളാണ് ഇവരൊക്കെ. അല്ലെങ്കിലുള്ള പല ഭാഗത്തുനിന്ന് വരുന്ന കുറച്ച് ഫ്രണ്ട്സുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനവിടെ എത്തിയപ്പോഴും ബാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈമും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും അതിൻ്റെ എന്താ പറയുക ഒരു ഹറിബറി ആയിരുന്നു കേട്ടോ. എല്ലാം ഡെക്കർ ചെയ്യലും അതുപോലെ തന്നെ സ്നാക്സ് കൊണ്ടുപോയിക്കലും ഭയങ്കര എന്താ പറയുക എല്ലാവരും ഭയങ്കര ഹറിബറി തന്നെ ആയിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഫസ്റ്റ് ഇവരെ കണ്ടപ്പോൾ ഫസ്റ്റായിട്ട് കാണുകയാണെന്നുള്ള ഒരു ഇതന്നെ എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ കണ്ടപ്പോഴേ തന്നെ എന്തെങ്കിലും ലേറ്റ് ചെയ്യാം, നമ്മൾ കുറേ കാലം പരിചയമുള്ള കുറച്ച് ഫ്രണ്ട്സുകളെ പോലെ എനിക്ക് ഇവരെ തോന്നി കേട്ടോ. ഓരോരോ ഇവൻറ്റ്സ് നടത്തുമ്പോൾ പുതിയ ഫ്രണ്ട്സുകൾ ഇതിലേക്ക് ജോയിൻ ആവും. പിന്നെ ഏതാ ഇൻസ്റ്റാ പേജ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഷീ കണക്ട്സ് എന്നാണ് ഇൻസ്റ്റാൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടറാണ് ഈ ലാവൻഡർ ചുരിദാറിട്ടുള്ള നാൻസിയ എന്നിട്ട് ആളെ പേര്. അപ്പോൾ ആൾ ക്രിയേറ്റുള്ള ഒരു ഗ്രൂപ്പാണ്. അല്ലെങ്കിലുള്ള കുറച്ച് ലേഡീസ് ഓൺലിയാണ്, അല്ലെങ്കിലുള്ള കുറച്ച് ലേഡീസ് ആയിട്ടുള്ള ഒരു മീറ്റപ്പ്. അങ്ങനെ അത് ബാങ്ക് എടുത്തപ്പോൾ എല്ലാവരും നോമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ നെയിലൊക്കെ നോമ്പുണ്ടായിരുന്നു. അപ്പം നെയിലൊക്കെ അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും നിസ്കരിച്ചൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ എല്ലാവരും താഴെ ഇരുന്നിട്ട് പിന്നെയാണ് എല്ലാവരും പരിചയപ്പെടില്ല, എവിടെയാണ് സ്ഥലം, അങ്ങനെ എല്ലാവരും പരിചയപ്പെടുന്നത് കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ക്രിസ്റ്റൽ ടൈപ്പ് ഒരു ചെറിയ പ്ലേറ്റ്, എന്താ പറയുക കുറച്ച് ഡേറ്റ്സും എന്തെങ്കിലുമൊക്കെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഇതേപോലത്തെ ഒരു ചെറിയൊരു കുഞ്ഞ് പ്ലേറ്റ് കിട്ടും. അങ്ങനെ ഇതാ ഓരോരുത്തർ ആ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ഒരു ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിട്ട് കൂടി കിട്ടും. അടിപൊളിയായിരിക്കും. എല്ലാവരും വൈബിനകത്ത് ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു. എല്ലാവരുടെ ക്യാരക്ടറും അടിപൊളിയായിരുന്നു. പിന്നെ എന്താണ് ആരും തന്നെ സൈലൻ്റ് ആയിട്ട് ആരും ഇരുന്നിട്ടില്ല. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. ഇത് എൻ്റെ സ്വന്തം നാട്ടുകാരി കേട്ടോ. ഇവിടെ മലപ്പുറമുള്ള കുറച്ച് ഒരു 4-5 ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ഇന്നതാ എനിക്കുള്ള ഗിഫ്റ്റും തന്നിട്ട് ഞാൻ എൻ്റെ ഗിഫ്റ്റ് കാണിച്ചു തരാം. അപ്പോഴിതാ ഇതേപോലെ ഒരു കുഞ്ഞ് ജ്യൂസ് ജാറാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ടല്ലോ, ഒരു ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ട് എന്താണ് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ. പിന്നെന്താ, അപ്പോൾ ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
ടീന. പറഞ്ഞോ ഇവര് നിർത്തൂല. എന്റെ പേര് ഷാഹിന, ഹസ്ബൻഡിന്റെ പേര് ഇതുണ്ട്, പിന്നെ ഒരു ബോയുണ്ട്. മക്കളുടെ പേര് അസ്മിന, ഐസാൻ. ഒരാൾ 3rd സ്റ്റാൻഡേർഡിലാണ്. എന്റെ പേര് റുഷാഫിദ, റുഫീന്ന് വിളിക്കും. അത് റുഷാഫിദാന്റെ റോയും ഫിദന്റെ ഫീ അല്ല. എന്റെ ഉമ്മിട്ടതാ. മലപ്പുറം. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി പറഞ്ഞില്ലേ. മലപ്പുറം, തിരൂര്. പിന്നെന്താ, പയ്യനങ്ങാട്. പിന്നെ പിന്നെ ഹസ്ബൻഡ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന കോട്ട് പയ്യനങ്ങാടി. കോട്ടുത്സവം, കോട്ട് ഫെസ്റ്റിവൽ അറിയാം. വേറെന്താ, ഹസ്ബൻഡ് അലീന് വർക്ക് ചെയ്യുന്നു. പിന്നെ എയർപോർട്ടിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്നില്ല, അക്കൗണ്ട്സിൽ. വേറെന്താ, രണ്ടാൾക്കാരാണ്. ഒരാള് 5th പഠിക്കുന്നത്, ഒരാള് KG 2. ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടായി. സത്യം, സീരിയസ്ലി ഭയങ്കര എല്ലാരും കണ്ടായിരുന്നു. എല്ലാരും കണ്ടിട്ടായി, പക്ഷെ അന്ന് അറിയില്ല. അപ്പൊ എങ്ങനെ വിചാരിച്ച് ഞാനും കൂടി ഒന്ന് ജോയിൻ ആയാലോ വിചാരിച്ചു. അങ്ങനെ ഫാത്തി ത്രൂ അങ്ങനെ മനസ്സിലായി. പിന്നെ അങ്ങനെ വന്നതാണ്. ഫാത്തി നൈബർ. എന്നിട്ട് ഫാത്തിനോട് ഞാൻ ചോദിച്ച്, സിയനെ കുറച്ച് ചോദിച്ച്, അങ്ങനെ ഗ്രൂപ്പ് കണ്ടു. വീഡിയോ കണ്ടു ഞാൻ, അപ്പൊ തന്നെ 2 പേജും ഫോളോ ചെയ്ത് വെച്ചു. ഞാൻ നസീഹ സെയിൻ. അതെ, സ്വന്തമായിട്ട് നടത്തുന്നു. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോഴും സൈഡിൽ കൂടെ ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഫുൾ ഫ്ലെഡ്ജ്ഡ് അല്ല. നാട്ടില് തൃശ്ശൂര്. ബൊട്ടിക്കിന്റെ പേരെന്താ? നിസ ഡിസൈൻ. നിലമ്പൂർക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഹസ്ബൻഡും കുട്ടിയും ഞാനും. മോന് 8 വയസ്സ്, അമാൻ മുഹമ്മദ്. അത്രേ ഉള്ളൂ. പിന്നെ സിയനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവളെ മോളെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് എൻ്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റാറ്റസിൽ ഇങ്ങനെ കാണാറുണ്ട് ഇതുപോലെ ഗ്യാതറിംഗ്. അപ്പൊ ഞാൻ വിചാരിക്കാറ് ഇവര് ഫ്രണ്ട്സ് ഗ്യാതറിംഗ് ആണെന്ന്. അങ്ങനെ ഇതാ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുന്ന ടൈമിൽ പിന്നെ ഒരു ഗെയിമൊക്കെ ഞങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ പിള്ളേരെ കൊണ്ട് ഗെയിം കളിപ്പിച്ചിട്ട് അവരെ ഹാപ്പിയാക്കി വിട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെന്താ നമ്മൾ ലേഡീസ് ഈ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അതായത് സ്ട്രെസ് ഉള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ പല ടൈപ്പുള്ള ആൾക്കാർ, ഭയങ്കര ഈ പ്രവാസത്തിൽ വന്നിട്ട് 4 ചുമരിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള നല്ല പറ്റിയൊരു പ്ലാറ്റ്ഫോമാണിത്. ഈ സ്ട്രെസ്സിനൊക്കെ ഇടയിൽ ഒരു ദിവസം ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഡേ നമുക്കായിട്ട് മാറ്റി വെക്കാന്ന് വെച്ചാൽ അത് ഭയങ്കര. എനിവേ ഇങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് സിയക്ക് ഒരു ബിഗ് താങ്ക്സ് കിട്ടും. അപ്പോൾ പിന്നെ എന്നാൽ ഫോളോ ചെയ്ത് കൂടിക്കൂടെ നമ്മൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.